നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും സത്യാവസ്ഥകൾ തേടിക്കൊണ്ട് പോലീസ് ഫയൽ ആരംഭിക്കുന്നു. ആനവേട്ട കേസിൽ അജി ബ്രൈറ്റിന്റെ വിവാദ വെളിപ്പെടുത്തൽ, തന്റെ പേരിൽ പുറത്തിറങ്ങിയ ഡയറി വ്യാജം. ഇടമലയാർ ആനവേട്ട കേസ് അന്വേഷണ സംഘത്തിനെതിരെ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾ. വാഹനങ്ങൾ തീവച്ച കേസിൽ പ്രതി പിടിയിൽ, അറസ്റ്റിലായത് വേളം സ്വദേശി അഫ്സൽ. വടകരയിൽ വ്യാജമദ്യം പിടികൂടി, എക്സൈസ് സംഘം വാറ്റ് കേന്ദ്രം നശിപ്പിച്ചു. കണ്ണൂരിൽ സദാചാര ഗുണ്ടാവിളയാട്ടം, 3 അംഗ സംഘം അറസ്റ്റിൽ. പോലീസ് ഫയലിലേക്ക് വിശദമായി. ആനവേട്ട കേസുമായി ബന്ധപ്പെട്ട് തന്റെ ഡയറിയിൽ പ്രമുഖരുടെ പേരുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് കേസിലെ മുഖ്യപ്രതി അജി ബ്രൈറ്റ്. അന്വേഷണ സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് കോടതിയിൽ പരാതിപ്പെട്ടതിന്റെ പ്രതികാര നടപടിയാണ് പുതിയ വിവാദങ്ങളെന്നും അജി ബ്രൈറ്റ് പറഞ്ഞു. ഇടമലയാർ ആനവേട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന അജി ബ്രൈറ്റിന്റെ പേഴ്സണൽ ഡയറിയിൽ കോർപ്പറേറ്റ് മേധാവികളുടെയും പല ഉന്നതരുടെയും ഫോൺ നമ്പറുകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത്തരമൊരു ഡയറിയെക്കുറിച്ച് അറിയില്ലെന്നും കസ്റ്റഡി കാലാവധിയിൽ മർദ്ദനമേറ്റതിനെക്കുറിച്ച് വനം വകുപ്പിനെതിരെ താനും അമ്മയും കോടതിയിൽ പരാതിപ്പെട്ടതിന്റെ പ്രതികാര നടപടികളുടെ ഭാഗമാണ് പുതിയ വിവാദങ്ങളെന്നും അജി ബ്രൈറ്റ് ജീവൻ ന്യൂസിനോട് പറഞ്ഞു. ഇങ്ങനെ ഡയറിയെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഡയറിയുടെ കാര്യം, ന്യൂസ് പോലും ഞാനിതൊരു കണ്ടിട്ടില്ലായിരുന്നു. നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഡയറിയുടെ കാര്യം അറിയുന്നത്. എൻ്റെ വീട്ടുകാരും ഞാനും അവരെന്നെ ഉപദ്രവിച്ചതിന് എതിരെ പരാതി കൊടുത്ത ശേഷമാണ് പുതിയ കേസുകളും ഈ ഡയറിയുടെ കാര്യമൊക്കെ വരുന്നത്. ഈ ഡയറിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തതാണ്, ഞാനായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ജയിൽ മോചിതനായാൽ അന്വേഷണ സംഘത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അജി ബ്രൈറ്റ് സൂചിപ്പിച്ചു. ഇതിപ്പോൾ ജയിലിനകത്ത് വെച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയാണ് ഈ പരിഹാരമായിട്ട് ചെയ്തേക്കുന്നത്. പുറത്തിറങ്ങി തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകാനുള്ളത്. ഇതിനിടെ ആനവേട്ട കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ 6 പ്രതികളെ കോതമംഗലം കോടതിയിൽ വീണ്ടും ഹാജരാക്കി. ആനവേട്ട കേസിലെ മുഖ്യപ്രതി എൽദോസിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. മറ്റു പ്രതികളായ പ്രിൻസൻ സെൽവ, വില്യം സെൽവ, കടമാനം സുഗു, രവി എന്നിവരെ വനം വകുപ്പിന് കസ്റ്റഡിയിൽ വിട്ടു നൽകി. ഗുരുതര പരിക്കുകളുള്ള അജി ബ്രൈറ്റിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇടമലയാർ ആനവേട്ട കേസിലെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന അന്വേഷണ സംഘത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾ. കോതമംഗലം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് ഇവർ പ്രതികരിച്ചത്. ആനവേട്ടയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ 40ഓളം പേരെയാണ് വനം വകുപ്പ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ ഏറിയ പങ്കും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഇടനിലക്കാരും കോതമംഗലം കേന്ദ്രീകരിച്ചുള്ള നായാട്ട് സംഘങ്ങളുമാണ്. ഇതിനിടെ ആത്മഹത്യ ചെയ്ത കേസിലെ 1-ാം പ്രതി ഐക്യരമറ്റം വാസുവിനെ ഒളിവിൽ പാർപ്പിച്ച തോട്ടമുടമ മനോജ് ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട 5ഓളം പേർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കൊടിയ മർദ്ദനമുറകൾ അഴിച്ചുവിട്ട് കേസിൽ കുടുക്കിയ തങ്ങളൊന്നും യഥാർത്ഥ പ്രതികളല്ലെന്നും പുറത്തിറങ്ങിയ ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതിയിൽ ഹാജരാക്കവേ പ്രതികൾ ജീവൻ ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് വന്ന 10 പേരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങളുടെ പത്രകർമ്മത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഭാവികളൊക്കെ പോയി. യഥാർത്ഥ പ്രതികൾ അതിനുശേഷമാണ് കിട്ടിയത്. അവരെ പിടിക്കാതെ ഞങ്ങൾ വന്ന് ഇത് ചെയ്തു. അതും നിഷ്ഠൂരമായിട്ടും മൃഗീയമായിട്ടുള്ള മർദ്ദനം. ഇതിലിനി യഥാർത്ഥ കാശുണ്ടാക്കിയ പ്രതികളെല്ലാം ഇനി കിട്ടാനുണ്ട്. ഇപ്പോഴത്തെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല രീതിയിൽ ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചാണ് ഈ കേസ് ഞങ്ങൾ പോലുള്ള പാവപ്പെട്ടവരെ പ്രതിയാക്കിക്കൊണ്ട് ഒരു ഒത്തീർപ്പ് കാണിച്ചുകൊണ്ടുള്ള കാര്യമാണ്. ആനവേട്ടയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ മുറുകുന്നതിനിടെ മലയാറ്റൂർ വാഴച്ചാൽ ഡിവിഷനിൽ കീഴിലായി വേട്ടക്കിരയായതെന്ന് സംശയിക്കുന്ന 11 ആനകളുടെ അവശിഷ്ടങ്ങളാണ് ഇതുവരെ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുള്ളത്. ഇടമലയാർ നേരിമംഗലം ആനവേട്ട കേസുകൾ വിവാദങ്ങളിലേക്ക് വഴിമാറിയതോടെ പ്രതിപട്ടികയുടെ വലിപ്പം കൂട്ടാതെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള അണിയറ നീക്കങ്ങളും സജീവമാണ്. അതേസമയം നിലവിലുള്ള അന്വേഷണം പൂർത്തിയാക്കി കേസ് CBIക്ക് കൈമാറാനാണ് സർക്കാർ തീരുമാനം. നിരവധി വാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ച കേസിലെ പ്രതി കോഴിക്കോട് പിടിയിലായി. വേളം സ്വദേശി അഫ്സലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസങ്ങളിൽ വേളത്ത് 4ഓളം വാഹനങ്ങളാണ് അഗ്നിക്കിരയാക്കിയത്.
മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കുറ്റ്യാടി വേളത്ത് കഴിഞ്ഞ മാസം വാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ച കേസിലാണ് വേളം പെരുവയലിലെ ചെറുപറമ്പിൽ അഫ്സലിനെ കുറ്റ്യാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഗസ്റ്റ് 18 രാത്രി പരപ്പിൽ മുക്കിൽ അലിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കും 23 രാത്രി ശാന്തിനഗറിലെ അരിക്കിലോട്ട് സലീമിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും 24 രാത്രി ഇതേ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 2 ബൈക്കുകളും തീവച്ച് നശിപ്പിച്ച കേസിലാണ് അഫ്സൽ അറസ്റ്റിലായത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതും പ്രതിയെ പിടികൂടാൻ ഏറെ ഉപകരിച്ചതായി SI സായോജ് കുമാർ പറഞ്ഞു. വേളത്ത് സാധാരണ ഹൈപ്പർ സെൻസിറ്റീവ് ഏരിയയാണ്. ഈ ഏരിയയിൽ എന്തെങ്കിലും ഒരു തീക്കത്തലോ എന്തെങ്കിലും കേസുകളുണ്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തടയാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. ഇതിൽ സാധാരണ ഒരു വീട്ടിൽ ഒരു തീവെപ്പ് നടന്നു കഴിഞ്ഞാൽ അത് കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുകയോ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയോ സാധാരണ ചെയ്യാറുണ്ട്. ഇവിടെ ഈ കാര്യത്തിൽ പോലീസിനോട് ജനങ്ങൾ കൂടുതലായിട്ട് സഹകരിക്കുകയുണ്ടായി. ജനങ്ങൾ ഇതിന് പെട്ടെന്ന് കമ്മ്യൂണലൈസ് ചെയ്യുകയോ വൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നതിനുപരിയായിട്ട് ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിൽ പ്രാധാന്യം നൽകി. പോലീസിന് ധാരാളം ഇൻഫോർമേഷൻസ് നൽകിയിട്ടുണ്ട്. അതുപ്രകാരമാണ് പ്രതികളെ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. മറ്റൊരു അടിപിടി കേസിലും അഫ്സൽ പ്രതിയാണ്. വ്യക്തിവിരോധമാണ് തീവെപ്പിന് പിന്നിലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട കൂട്ടുപ്രതികളെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. ഓർക്കാട്ടേരി ഏറാമല കൈക്കണ്ടം പ്രദേശത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 700 ലിറ്റർ വാഷും 20 ലിറ്റർ വ്യാജ മദ്യവും പിടികൂടി. വടകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ MP രവീന്ദ്രനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യം പിടികൂടിയത്. ഓർക്കാട്ടേരി ഏറാമല കൈക്കണ്ടം പ്രദേശത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് 700 ലിറ്റർ വാഷും 20 ലിറ്റർ വ്യാജമദ്യവും പിടികൂടിയത്. വടകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ MP രവീന്ദ്രനാഥിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 5 മണിക്കൂർ നീണ്ട പരിശോധനയിലാണ് വാറ്റുകേന്ദ്രം തകർത്തത്. കൈക്കണ്ടം പുഴയോരത്തെ ചതുപ്പിലും കുറ്റിക്കാടിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു വാഷും ചാരായവും. 500 ലിറ്ററിന്റെ സിന്തറ്റിക് ടാങ്കിലും 100 ലിറ്ററിന്റെ 2 പ്ലാസ്റ്റിക് ടാങ്കുകളിലുമായിരുന്നു വാഷ് സൂക്ഷിച്ചിരുന്നത്. വ്യാജവാറ്റിനായി കെട്ടിയുണ്ടാക്കിയ ഷെഡും എക്സൈസ് തകർത്തിട്ടുണ്ട്. പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ NK വിനോദൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയൻ KK, നിഷാന്ത് CP, ഉനൈസ് NM, രതീഷ് AK, ഡ്രൈവർ പുഷ്പരാജൻ എന്നിവർ പങ്കെടുത്തു. വടകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ MP രവീന്ദ്രൻ സാറിൻ്റെ നിർദ്ദേശാനുസരണം വടകര എക്സൈസ് സർക്കിൾ പാർട്ടി 6 മണിയോടുകൂടി പുലർച്ചെ ഓർക്കാട്ടേരി ഏറാമല കൈക്കണ്ടം പുഴയോരത്ത് നടത്തിയ വ്യാപകമായ റെയ്ഡിൽ 20 ലിറ്റർ ചാരായവും 700 ലിറ്റർ 10 ലിറ്റർ വാറ്റുപകരണങ്ങൾ കണ്ടെടുത്തു. ഓണത്തിനോടുകൂടി വളരെ ശക്തമായ റെയ്ഡ് ഈ സ്ഥലങ്ങളിൽ നടത്തിയിരുന്നു. ഓണത്തിന് ശേഷം വീണ്ടും വാറ്റ് സജീവമായി വന്നിട്ടുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കണ്ണൂർ നഗരത്തിൽ സദാചാര ഗുണ്ടാ വിളയാട്ടം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാവിനെയും പെൺകുട്ടിയെയും ഒരു സംഘം തടഞ്ഞു. ബൈക്ക് തടഞ്ഞ 3 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ സ്വദേശികളായ മുഷ്താഖ് അഹമ്മദ്, ചാലാട് സ്വദേശി മുഹമ്മദ് സജീർ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂരിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവതിയെയും യുവാവിനെയും 3 അംഗ സംഘം തടഞ്ഞുവെച്ചതായാണ് പരാതി. പെൺകുട്ടിയുടെ പരാതിയിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. നഗരത്തിലെ സ്വകാര്യ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന യുവാവും യുവതിയും കോളേജിൽ നടക്കാനിരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി ബാങ്കിൽ പണമടയ്ക്കാനെത്തിയപ്പോഴാണ് 3 അംഗ സംഘം ഇവരെ തടഞ്ഞുവെച്ചത്. മുസ്ലിം യുവതിയായ നീ ഹിന്ദു യുവാവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു സംഘം തങ്ങളെ ചോദ്യം ചെയ്തതെന്ന് പെൺകുട്ടി പരാതി നൽകി. പെൺകുട്ടിയുടെ ഉമ്മയുടെ നമ്പർ വാങ്ങി അവരെയും മൂവർ സംഘം വിവരമറിയിച്ചു. ബഹളത്തെ തുടർന്ന് പോലീസ് സംഘമെത്തി മൂവർ സംഘത്തെ കസ്റ്റഡിയിലെടുത്തു. എളാവൂർ സ്വദേശി മുസ്താഖ്, ചാലാട് സ്വദേശി മുഹമ്മദ് സജീർ, മുണ്ടേരി സ്വദേശി അഹമ്മദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ പരാതിയിൽ ഇവർക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ചുമത്തുന്ന വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പോലീസ് ഫയലിൽ ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം ഗുരുപ്രതിമ തകർത്ത സംഭവം 3 പേർ അറസ്റ്റിൽ.
അമ്മയെയും മകളെയും അയൽവാസി ആക്രമിച്ചു. പോലീസ് ഫയലിലേക്ക് വീണ്ടും. കണ്ണൂർ നങ്ങാറത്ത് പീടികയിൽ ഗുരുദേവ പ്രതിമ തകർത്ത സംഭവത്തിൽ 3 BJP RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂമാഹി പ്രിൻസിപ്പൽ SI ശ്രീഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. വൈശാഖ്, റിഗിൽ, പ്രശോഭ് എന്നിവരെയാണ് ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കേസിൽ അറസ്റ്റ് ചെയ്ത 3 പേരുൾപ്പെടെ 10 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചയാണ് നങ്ങാറത്ത് പീടികയിലെ CPM നിയന്ത്രണത്തിലുള്ള ശ്രീമുദ്ര കലാസാംസ്കാരിക വേദി കെട്ടിടത്തിന് നേർക്ക് ആക്രമണമുണ്ടായത്. കെട്ടിടത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയുടെ കൈ വെട്ടിമാറ്റി റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. സ്ഥലത്തെ കൂറ്റൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ശില്പവും കൊടിമരവും തകർത്തിരുന്നു. അതേസമയം ശ്രീകൃഷ്ണ ജന്മദിനത്തിൽ CPM നടത്തിയ ഘോഷയാത്രയ്ക്കിടെ ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചുവെന്നാരോപിച്ച് കണ്ണൂർ ജില്ലയിൽ BJP കരിദിനം ആചരിച്ചു. കൊച്ചിയിൽ അമ്മയെയും മക്കളെയും അയൽവാസിയും കുടുംബവും ആക്രമിച്ചതായി പരാതി. സാരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വർഷങ്ങളായി തുടരുന്ന കുടുംബ വഴക്കാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വൈറ്റില സ്വദേശിയായ ആന്റണിയുടെ ഭാര്യ പ്രേമി, മക്കളായ ഫ്ലെവ്യ, പ്രമിൻ എന്നിവരാണ് അക്രമത്തിനിരയായത്. ഇവരുടെ അയൽവാസിയായ ബോണി, ഭാര്യ ഗ്രേസി, മക്കളായ ടോണി, സോണി എന്നിവർ ചേർന്ന് മർദ്ദിച്ചെന്നാണ് കടവന്തര പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇളയ മകനായ പ്രമിളിനെ വഴിയിൽ വെച്ച് മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ചെന്നപ്പോഴാണ് ഇവർക്ക് മർദ്ദനമേറ്റത്. അയൽവാസിയുടെ മകൻ ടോമി ഉൾപ്പെടെ 3 പേർക്കെതിരെ ആന്റണിയുടെ കുടുംബം 3 വർഷം മുൻപ് നൽകിയ മറ്റൊരു കേസിൽ വിചാരണ നടന്നുവരികയാണ്. ഇതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. അതേസമയം ആന്റണിയും കുടുംബവും മർദ്ദിച്ചെന്നാരോപിച്ച് ജോർജും ഭാര്യയും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇരു കുടുംബങ്ങളും വർഷങ്ങളായി നടന്നുവരുന്ന വാക്കുതർക്കത്തിൽ പോലീസ് പലതവണ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ അനിയൻ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങാനായിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ അവനെ ഇടിച്ച് പുറത്തിങ്ങനെ ഗേറ്റിൻ്റെ ഒച്ച കേട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ വീടിൻ്റെ അടുത്തുള്ള ടോണി, സോണി, ബോണി, ഗ്രേസി, അച്ഛനും അമ്മയും മക്കളുമാണ് അവർ വന്ന് ഇടിച്ച് ഇടിച്ചുള്ള ഒച്ച കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇടിച്ച് കണ്ടോ. പിന്നെ ഇവിടെ പാടുണ്ട്. അമ്മേനെ കൊന്നു അടിടുന്നു പറഞ്ഞ അമ്മേനെ കൈ എന്നെ വെട്ടാൻ കൈ അമ്മ തടഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ കൈ ഇതായി. നമ്മുടെ കൈയും വെട്ടി ബോണി തലക്കെട്ട് അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബോധം പോയി. ചത്ത പോലെ എടുക്കണമായിരുന്നു അമ്മ. ഇപ്പം മെഡിക്കൽ ടെസ്റ്റിൽ കോട്ടയത്താണ് കൊണ്ടുപോകാൻ പറഞ്ഞത്. ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് കുറേ ദൂരമുള്ളതുകൊണ്ട് അമ്മേനെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് മാറ്റി. ഒരു കാറിൻ്റെ പേരും പറഞ്ഞ ഇതായതാണ്. അവർ തെറ്റിദ്ധരിച്ച് തുടങ്ങിയതാണ്. അതിപ്പോൾ ഇങ്ങനെ ഞാൻ 7ൽ പഠിക്കാൻ നേരത്ത് എന്നെ ഇടിച്ച് നടുവ് പൊടിച്ച് അമ്മ 2 എൻ്റെ മാലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയി. ഇതേപോലെ ഇവിടെ വന്ന് കിടന്നതാണ്. ഇങ്ങനെ കുറേ പ്രശ്നം. അപ്പോഴും മീഡിയക്കാരും പത്രക്കാരൊക്കെ വന്ന് ഇതായതാണ്. പക്ഷെ അപ്പോൾ 18 വയസ്സിന് ഇതായതുകൊണ്ട് അവരാ ജുവൽ കോളിൽ കേസ് നടന്നുകൊണ്ടിരിക്കണം. എൻ്റെ ഇതിന് ഒരു വിധമൊന്നും ഉണ്ടായില്ല. 40 കിലോഗ്രാം പാൻ മസാലയും പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ കൊല്ലത്ത് അറസ്റ്റിൽ. സ്കൂൾ കോളേജ് പരിസരത്ത് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ പ്രതിയുടെ വീടിന് മുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പോളയത്തോട് ഏറം നഗറിൽ താമസിക്കുന്ന അലാവുദ്ദീന്റെ വീട്ടിൽ നിന്നുമാണ് 40 കിലോഗ്രാം പാൻ മസാലയും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത്. വീടിന്റെ മച്ചിന് മുകളിലാണ് ഇവ ഒളിപ്പിച്ചിരുന്നത്. സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിൽക്കുന്നു എന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. അനധികൃതമായി പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ് വൻ ലാഭമുണ്ടാക്കി പള്ളിമുക്ക്, പോളയത്തോട് ഭാഗങ്ങളിൽ സ്വന്തമായി ഭൂമിയും വീടും വാങ്ങി പ്രതി ആഡംബര ജീവിതം നയിച്ചു വരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ഹാഷിം, പ്രിവന്റീവ് ഉദ്യോഗസ്ഥന്മാരായ ബെനാൻസൺ, ഫ്രാൻസിസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജയൻ, അനീഷ് കുമാർ, സുനിൽകുമാർ, അനിൽകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അവകാശം ചോദിച്ചതിന് ഹോട്ടൽ ജീവനക്കാരന്റെ കാർ തല്ലി തകർത്തതായി പരാതി. കൊല്ലം ഇരവിപുരം പുത്തനട സ്വദേശി നവജീവന്റെ കാറാണ് ബൈക്കുകളിലെത്തിയ സംഘം കല്ലെറിഞ്ഞ് തകർത്തത്. ഇരവിപുരം പോലീസ് കേസെടുത്തു. തെക്കേവിള പുത്തനട രോഹിണി മന്ദിരത്തിൽ നവജീവന്റെ നീലനിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിന്റെ മുൻവശത്തെ ഗ്ലാസുകളാണ് കല്ലെറിഞ്ഞു തകർത്ത നിലയിൽ കണ്ടെത്തിയത്.
കഴിഞ്ഞ രാത്രിയിൽ ബൈക്കിലെത്തിയ 4 പേരാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തോളമായി ഹോട്ടൽ ജോലി ചെയ്തു വരുന്ന നവജീവൻ ഹോട്ടൽ മുതലാളിയോട് അവകാശം ചോദിച്ചതിന് ഗുണ്ടകളെ ഉപയോഗിച്ച് ഹോട്ടലുടമ കാർ തല്ലി തകർത്തതാകാമെന്ന് നവജീവൻ പറഞ്ഞു. 4 മാസം മുമ്പ് ഹോട്ടൽ ജോലി മതിയാക്കിയിരുന്നെന്നും തനിക്ക് മറ്റ് ശത്രുക്കളൊന്നുമില്ലെന്നും ഇയാൾ ചൂണ്ടിക്കാട്ടി. പിന്നെ ഞാൻ 20 വർഷം കൊണ്ട് രമ്യ ഹോട്ടലിൽ മുണ്ടക്കലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെടുത്ത് ഞാനിപ്പോൾ 20 വർഷം കൊണ്ട് ചെയ്തിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പണി വിട്ടും കളഞ്ഞു. അപ്പോൾ എനിക്ക് അവകാശം തരാൻ വേണ്ടി ഞാൻ ഓണത്തിൽ പോയി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇപ്പോൾ ഒന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 4 പേര് കൂട്ടത്തിൽ ബൈക്കിലൊക്കെ വന്ന് രാത്രി 12 മണിയായപ്പോൾ പാറയെടുത്തിരിഞ്ഞ് വണ്ടിയെല്ലാം നശിപ്പിച്ച് ഇതൊക്കെ ചെയ്തു. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം കേസെടുത്തു. കുറ്റ്യാടി ചങ്ങരംകുളത്ത് ബൈക്കിൽ നിന്നും പൈപ്പ് ബോംബ് കണ്ടെത്തി. കാണാം ഇടവേളയ്ക്ക് ശേഷം. പോലീസ് ഫയൽ തുടരുന്നു. കോഴിക്കോട് കുറ്റ്യാടിയിൽ ചങ്ങരംകുളത്ത് ബൈക്കിൽ നിന്നും പൈപ്പ് ബോംബ് കണ്ടെത്തി. ചങ്ങരംകുളത്തെ കാവിൽ സവാദിന്റെ ബൈക്കിന്റെ സീറ്റിനും ടയറിനുമിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ബോംബ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കായക്കൊടി ചങ്ങരംകുളം സ്വദേശി കാവിൽ സവാദിന്റെ ബൈക്കിന്റെ പിൻവശത്ത് സീറ്റിനും ടയറിനുമിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് പൈപ്പ് ബോംബ് കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും സവാദ് ബൈക്കിൽ കയറി മൊകേരി ഭാഗത്തേക്ക് പോകുന്നതിനിടെ പിന്നിലെ ടയറിന് പൈപ്പ് കുടുങ്ങി ബൈക്ക് നിന്നു പോവുകയായിരുന്നു. ഒരു വശത്തെ അടപ്പ് തുറന്ന് പൈപ്പ് ബോംബ് റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. കുറ്റ്യാടി പോലീസ് സ്ഥലത്തെത്തി ബോംബ് കസ്റ്റഡിയിലെടുത്തു. നാദാപുരത്തു നിന്നും ബോംബ് സ്ക്വാഡെത്തി ബോംബ് നിർവീര്യമാക്കി. ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബാണിതെന്ന് കുറ്റ്യാടി SI സായോജ് കുമാർ പറഞ്ഞു. ഉഗ്രശേഷിയുള്ള ഒരു പൈപ്പ് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. ബൈക്കിൻ്റെ പുറകിൽ സീറ്റിനും ടയറിനും ഇടയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റ്യാടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജലാറ്റിൻ സ്റ്റിക്ക്, ഡിറ്റണേറ്റർ എന്നിവ ഉപയോഗിച്ചാണ് ബോംബ് നിർമ്മിച്ചത്. തന്നെ അപകടപ്പെടുത്താൻ ആരോ ബോംബ് വെച്ചതാണെന്ന് സവാദ് പറയുന്നു. ബൈക്കിൽ പൈപ്പ് ബോംബ് കണ്ടെത്തിയത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആരംഭിച്ചതായി കുറ്റ്യാടി പോലീസ് പറഞ്ഞു. സംരക്ഷിത ഇനത്തിൽപ്പെട്ട പക്ഷികളെ വിൽക്കുന്നതിനിടെ നാടോടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാടോടികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷികളെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് മാറ്റി. ഷെഡ്യൂൾ 4 പ്രകാരം സംരക്ഷിത ഇനത്തിൽപ്പെട്ട തത്തകളെ വിൽപ്പന നടത്താൻ ശ്രമിച്ച കോയമ്പത്തൂർ സ്വദേശിനിയായ മീനി എന്ന സ്ത്രീയെയാണ് കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോതമംഗലം നഗരത്തിൽ 2 ഇടങ്ങളിലായി 100 കണക്കിന് തത്തകളെയാണ് ഇവർ വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നത്. ജോഡിക്ക് 600 രൂപ പ്രകാരമാണ് തത്തകളെ വിറ്റിരുന്നത്. പോലീസ് എത്തിയതറിഞ്ഞ് സംഘത്തിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിൽപ്പനയ്ക്കായി എത്തിച്ചവയിൽ അവശേഷിച്ച 30ഓളം തത്തകളെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. ചിറകിലെ തൂവലുകൾ നീക്കം ചെയ്ത് പറക്കാനാകാത്ത വിധമാണ് പക്ഷികളെ വിൽപ്പനയ്ക്കായി വെച്ചിരുന്നത്. കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിൽ സംരക്ഷിത ഇനത്തിൽപ്പെട്ട പക്ഷികളെ അനധികൃതമായി വിൽപ്പന നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേസ് വനം വകുപ്പിന് കൈമാറും. അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെയുള്ള നിലയ്ക്കാത്ത ശബ്ദമായ പോലീസ് ഫയലിന്റെ ഈ ആഴ്ചയിലെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾ കാണാതെ പോയ കാഴ്ചകൾ അറിയിച്ച പ്രേക്ഷകർക്കും പോലീസ് ഫയലിൽ യാത്രയിൽ പങ്കുചേരാം. ബന്ധപ്പെടേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, പോലീസ് ഫയൽ, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചി 25. ഇമെയിൽ policeFile@jeevan.tv. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യത്തിന്റെ സമഗ്രതയുമായി പോലീസ് ഫയൽ ഇനി അടുത്ത വ്യാഴാഴ്ച രാത്രി 10:30. നമസ്കാരം.